കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവെ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. രോഗികൾ, നാനാവിധ രോഗികളെ കർത്താവെ നിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ്, അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. കർത്താവ്, പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാറ പൊട്ടിക്കണ തിരി വെക്കത്തില്ലേ? ഇപ്പോൾ വേറെ എന്ത് സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ തിരിയാണ് വെക്കണത്. തിരി വെച്ചിട്ട് ഒരുത്തൻ തീ കൊടുത്തിട്ട് ഓടിക്കളയും. അപ്പം തിരി വെടിമരുന്ന് എവിടെയെല്ലാം വെച്ചിട്ടുണ്ട്, പാറ തുരന്ന് അതെല്ലാം പൊട്ടിപ്പിളർന്ന് വലിയ പൂങ്കാരത്തോട് ഭൂമി കുലുങ്ങി ആ പ്രദേശം മുഴുവൻ. അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ചിലർക്ക് പാറമടയ്ക്ക് ലൈസൻസ് കിട്ടുമെന്ന് പറയുമ്പോൾ ചില വീട്ടുകാർ കേസിന് പോണതാണ്. ഇപ്പോൾ അതിനേക്കാളൊക്കെ വളരെ സോഫ്റ്റായിട്ടുള്ള കുറേ മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് ഓർക്കുകയും ഈ ഉടമ്പടി എന്ന് പറയുന്ന ഉടമ്പടിക്ക് ശരിക്കും ഈ തിരി വെച്ചതും ഉടമ്പടിക്ക് മരുന്ന് വെച്ച് തീ വെച്ചതും ആദ്യം പത്രോസാണ്. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണമല്ലേ നല്ലതെന്ന്. അങ്ങനെ ചോദിച്ചില്ല, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണമല്ലേ നല്ലതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചില്ല. പക്ഷേ അതിന് വേറെ ഒരു കാര്യമാണ് ചോദിച്ചത് പത്രോസ്. എന്നാ ചോദിച്ചത്? മത്തായി 19:10 പറഞ്ഞെടുത്തേ. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം, ഉടമ്പടിയാണല്ലോ വിവാഹം, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അതാണ് ചോദിക്കുന്നത്. ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി, ചിലരൊക്കെ പറയത്തില്ല ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ലേ ഭേദമെന്ന്. എൻ്റെ മക്കളെ, അത് ഭേദമല്ല. ശരിക്കും ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ചില സമയത്ത് ഓർക്കുക, ചില ആൾക്കാരെ 55 വയസ്സുള്ള ആൾക്കാരൊക്കെ സാക്ഷ്യം പറയുമ്പോഴേ അവരിത്രയും നാൾ ക്രിസ്ത്യൻസായിട്ട് ജീവിച്ചതല്ലേ. ചിലർ 60 വയസ്സുള്ള ആൾക്കാർ വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അവർ ഞെട്ടിത്തരിച്ചാണ് പറയണത്. 60 കൊല്ലം ജീവിച്ചിട്ട് കിട്ടാത്ത അനുഭവമാണ് വെറും 6 ദിവസം കൊണ്ട് കിട്ടുന്നത്. അതാണ് ഉടമ്പടി. ഇപ്പോഴും ഇന്ന് നല്ല മഴയാണ് ഇവിടെയൊക്കെ. പക്ഷേ ഉടമ്പടി നിറച്ചാള കൃപാസനത്തിൽ സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കാനും ഇതായിട്ട് ഉടമ്പടി എടുക്കാനും ഒക്കെ ആളാണ്. അപ്പം എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചൊരു പണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എന്താണ്, ഉടമ്പടി ഒരു ജീവിത രീതിയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അത് കാരണം ആൾക്കാർ ശരിക്കും പുതുക്കുന്നുണ്ട്. എന്താ കാര്യം? ഉടമ്പടി ഉടനടി അനുഭവം കിട്ടുന്നത് മാത്രമല്ലല്ലോ, അത് ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുകയല്ലേ. അപ്പോൾ വിശ്വസ്തയോടെ വരാൻ വേണ്ടി അവർക്ക് ചിലർക്ക് ഇത്തിരി സമയമെടുക്കും. അപ്പോൾ കർത്താവ് പക്ഷേ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് തോന്നിയ ഉടമ്പടി സിമ്പിളാണ്. നമ്മൾ ആ ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ചിട്ട് ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ശരിക്കും നമുക്ക് ഇൻസെൻറ്റീവ് തരും. അതാണ് ഈശോ പറയണത്. ഭാര്യ ഭർത്താവ് ബന്ധം, ഉടമ്പടി ജീവിതം ഇത്തിരി പാടാണെങ്കിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്?
അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. അതല്ല സംഭവം. കൃപ ലഭിച്ചവരാണെങ്കിൽ ഇത്തരം ചോദ്യം ചോദിക്കത്തില്ലെന്നാണ് ഈ പറയണത്. അതിൻ്റെ ഒരു മേക്കപ്പ് അങ്ങനെയാണ് കിടക്കുന്നത്. ഇത് ഉടമ്പടിക്ക് കൃപ ലഭിച്ചവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. കൃപ ലഭിക്കാത്തവരാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ എനിക്ക് ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. അതല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അല്ല, ഉടമ്പടിയെ അല്ല നമ്മൾ സംശയത്തിൽ നോക്കേണ്ടത്. കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം ഉടമ്പടിയുടെ നിയോഗം നിറവേറാമെന്നല്ല, ഉടമ്പടി ജീവിക്കാൻ കർത്താവേ ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. ഉടമ്പടി ജീവിക്കാൻ, എല്ലാ ഘട്ടങ്ങളിലും ഉടമ്പടിയിലാണെന്നുള്ള ബോധത്തോടു ജീവിക്കാൻ അതിനാവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും